പ്രിയപ്പെട്ടവരെ, നിക് ജെയിംസ് വൂജികിക് എന്ന വ്യക്തിയെപ്പറ്റി നിങ്ങൾക്കറിയുമോ? അദ്ദേഹം ജനിച്ചത് 1982 മെൽബണിലാണ്. അദ്ദേഹത്തിന് ജന്മനാ കാലുകളും കൈകളും ഒന്നുമില്ലായിരുന്നു. ശരീരത്തോട് ചേർന്ന 2 ചെറിയ കാൽപാദങ്ങൾ, അവയിൽ 2 ചെറിയ വിരലുകളും മാത്രം അദ്ദേഹത്തിനുണ്ടായിരുന്നു. തുടക്കത്തിൽ ശാരീരിക വൈകല്യങ്ങളുടെ പേരിൽ വിദ്യാഭ്യാസം തടസ്സപ്പെട്ടെങ്കിലും നിയമം അദ്ദേഹത്തിന് അനുകൂലമായി നിന്നു. സഹജീവികളിൽ നിന്നുള്ള പരിഹാസങ്ങൾ ചെറുപ്പത്തിൽ അദ്ദേഹത്തെ അലട്ടി. അങ്ങനെ 8ാമത്തെ വയസ്സിൽ അതീവ ദുഃഖിതനായി ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയെങ്കിലും മാതാപിതാക്കളോടുള്ള സ്നേഹം അദ്ദേഹത്തെ ജീവിക്കുവാൻ പ്രേരിപ്പിച്ചു. അന്ന് അദ്ദേഹം ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാനൊരു പാപിയാണെന്ന് എനിക്കറിയാം. അങ്ങ് എന്റെ ഹൃദയത്തിൽ വരുന്നിടം വരെ എനിക്കൊരു സമാധാനവും ഉണ്ടാകുകയില്ല. നീ എന്റെ വാക്ക് കേൾക്കുന്നില്ലേ? എന്തിനാണ് എന്റെ കൈകാലുകൾ അങ്ങ് എടുത്തത്? വചനം അദ്ദേഹത്തോട് വ്യക്തമായി സംസാരിച്ചു. അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ രൂപാന്തരമുണ്ടാക്കി. യോഹന്നാൻ 9:1, 2, 3 വചനഭാഗങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചതാണ്. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്: റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു: അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കിൽ വെളിവാകേണ്ടതിനത്രേ. ഈ വചനം അദ്ദേഹത്തെ മാറ്റി. തന്റെ ജീവിതം അനേകർക്ക് വെളിച്ചമാകാനാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പുഞ്ചിരിക്കുന്ന മുഖവും സ്നേഹമുള്ള ഹൃദയവും ക്രിസ്തു അദ്ദേഹത്തിന് നൽകി. യേശു കർത്താവിനോടുള്ള വിധേയത്വം നമ്മുടെ ശൂന്യതകളെ നിറയ്ക്കുന്ന നിറവാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഒരു വികലാംഗന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? തന്റെ പ്രാഥമിക ആവശ്യങ്ങൾ പരസഹായം കൂടാതെ നിറവേറ്റാനോ, പാട്ടുപാടാനോ, ആനന്ദിച്ചു തുള്ളിച്ചാടുവാനോ, ചിത്രം വരയ്ക്കുവാനോ, ഗോൾഫ് കളിക്കുവാനോ, നീന്തുവാനോ, പറക്കുവാനോ, ഇതെല്ലാം അദ്ദേഹത്തിന് കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. അനേകർ പ്രത്യാശയില്ലാതെ ഞരങ്ങുന്ന ലോകത്തേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെന്നു. ലൈഫ് വിത്തൗട്ട് ലിംസ് എന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകി. ലോകത്തെമ്പാടുമുള്ള സ്കൂളുകൾ, പള്ളികൾ, മറ്റ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് പ്രചോദനാത്മകമായ പ്രഭാഷണങ്ങളുമായി അദ്ദേഹം ഇറങ്ങിച്ചെന്നു. നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? 57 രാജ്യങ്ങളിൽ യാത്ര ചെയ്തു അദ്ദേഹം. 400 മില്യൺ ആൾക്കാർക്ക് അദ്ദേഹം പ്രചോദനമായി. അദ്ദേഹത്തിന്റെ പുസ്തകം 30 ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടു. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്: കർത്താവ് നിങ്ങൾക്ക് ഒരത്ഭുതം നൽകുന്നില്ലെങ്കിൽ മറ്റൊരാളുടെ രക്ഷയ്ക്കായി നിങ്ങൾ ഒരു അത്ഭുതമായി തീർന്നതുകൊണ്ടാണ്. എനിക്ക് കാലുകളും കൈകളും ഇല്ലെങ്കിലും ലോകമെമ്പാടും ദൈവം എന്നെ ഉപയോഗിക്കുന്നു. കൈകാലുകളെക്കാൾ എനിക്കിപ്പോൾ ആവശ്യം പരിശുദ്ധാത്മാവിന്റെ ചിറകുകളാണ്. അതെനിക്കുള്ളതിനാൽ സ്തോത്രം. ഞാൻ അതിനാൽ പറക്കുന്നു, കാരണം എന്നെ ഉപയോഗിക്കുന്നത് കർത്താവാണ്. ദൈവത്തെ ഉപേക്ഷിക്കരുത്, ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. അദ്ദേഹം ശക്തമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞു. പ്രിയരെ, സ്വന്തം പരിമിതികളെ നിരാശപ്പെട്ട് കലങ്ങുന്ന അനേകരുണ്ട് നമ്മുടെ ഇടയിൽ. കൈകാലുകളൊക്കെ ഉണ്ടായിട്ടും ഒന്നും തന്നെ കൊണ്ട് കഴിയുകയില്ല എന്ന് ചിന്തിച്ച് ലഹരിക്ക് പോലും അടിമപ്പെട്ട് ജീവിതം ഹോമിക്കുന്നു. അവരോട് പറയുവാനുള്ളത്, ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടെ ഒരു ചുവട് വെക്കുക. നിന്റെ ജീവിതം മാറി മറിയും. നീ ഒരു അനുഗ്രഹമാകും. ഓർക്കുക, നീ കഴിവുള്ളവനാണ്, ഭാഗ്യവാനാണ്. ഉണരൂ, വിജയിക്കൂ.